അപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 11 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ നമ്മൾ നോക്കുക, ഒരു സംഖ്യയുടെ ഒന്നിടവിട്ട് വരുന്ന അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11ൻ്റെ ഗുണിതമോ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? 11 കൊണ്ട് അതിനെ നിശേഷമായിട്ട് ഹരിക്കാൻ പറ്റത്തുള്ളൂ. പറയാം എങ്ങനെയാണെന്ന്. ആദ്യത്തെ സംഖ്യ നമുക്ക് എടുക്കാം. 3, 4, 9, 5, 7, 1, 4 ആണല്ലേ. അപ്പം ഇതിൻ്റെ ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുകകൾ എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടുത്തെ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കിക്കേ. 3, 9, 7, 4. അപ്പം 3 + 9 + 7 + 4 എത്ര കിട്ടും? 9, 3, 12, 12, 7, 19, 19, 4, 23. അടുത്ത സംഖ്യകൾ 4, 5, 1 ആണ്. അപ്പം 4, 5, 9, 1, 10. അപ്പോൾ അതെവിടെ കിട്ടും? 4 + 5 + 1, അതായത് 10 കിട്ടും. ഇതെന്ത് ചെയ്യുക? ഇതിൻ്റെ വ്യത്യാസം എടുക്കണം. ഇതിൻ്റെ വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13. ഈ 13 എന്ന് പറയുന്നത് 11ൻ്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ ഇതെന്തല്ല? ഇതിൻ്റെ ആൻസർ അല്ല. 11 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിശേഷം ഹരിക്കാൻ പറ്റില്ല. അടുത്ത സംഖ്യ എടുക്കാം. 8, 2, 9, 4, 6, 2, 7. ഇതേപോലെ തന്നെ ഇടവിട്ടുള്ള സംഖ്യകളുടെ തുകകൾ എടുക്കുക. എന്നിട്ട് നോക്കിക്കേ, 8 + 9 + 6 + 7 ആണല്ലോ. 8ഉം 9ഉം 17, 17ഉം 6ഉം 23, 23ഉം 7ഉം 30. അടുത്തത് 2, 4, 2. അപ്പോൾ 2 + 4 + 2 എത്ര കിട്ടും? 4ഉം 2ഉം 6ഉം 2ഉം 8 കിട്ടും. ഇനി ഇതെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അതിൻ്റെ വ്യത്യാസം കാണണം. അപ്പോൾ 30ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 30ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ 22. അപ്പം 22 എന്ന് പറയുന്നത് 11ൻ്റെ ഗുണിതമാണോ? ആണ്. അപ്പോൾ 11 × 2 ആണ് 22 എന്ന് പറയുന്നത്. അപ്പോൾ 11ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഇതാണ്. നമുക്ക് എന്ത് കിട്ടി? 22 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ 22 എന്ന് പറയുന്നത് 11ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? 11 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് പറ്റും.